പാഴ്വസ്തുക്കൾ കൊണ്ട് വിവിധ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് പരിയാരത്തെ വി മാധവിയമ്മ. 84-ാം വയസ്സിലും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട് ഈ അമ്മ. തന്റെ 84-ാം വയസ്സിലും കരകൗശല വസ്തു നിർമ്മാണത്തിൽ സജീവമാണ് പരിയാരത്തെ വി മാധവിയമ്മ. മീൻമുള്ളു കൊണ്ടുപോലും കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച ശ്രദ്ധ നേടുന്ന മാധവി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. പേരക്കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനാണ് ആദ്യമായി മാധവി അമ്മ കടലാസ് തുണ്ടുകൾ വെട്ടിമുറിച്ച വിവിധ വസ്തുക്കൾ ഉണ്ടാക്കി നോക്കിയത്. പിന്നീട് കയ്യിൽ കിട്ടുന്നവയെല്ലാം ഉപയോഗപ്പെടുത്തി കരകൗശല നിർമ്മാണത്തിൽ സജീവമായി. തേങ്ങയുടെ മുത്ത്, ഐസ്ക്രീം ബോൾ, വെളുത്തുള്ളി, കുമിൾ, പാള തുടങ്ങിയവയെല്ലാം പൂക്കളും പൂമ്പാറ്റകളുമൊക്കെയായി. ഭാവനയിൽ തോന്നുന്നതെല്ലാം പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചെടുക്കും. നാം വലിച്ചെറിയുന്ന മീൻമുള്ളു കൊണ്ട് വീട് അലങ്കരിക്കാം എന്നുവരെ കാണിച്ചു തരികയാണ് മാധവി അമ്മ. കരകൗശല വസ്തു നിർമ്മാണം ഏറെ സന്തോഷം തരുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. തേങ്ങ എടുത്താൽ അതിന് ഇതില്ലേ മുത്ത്, അതെടുത്ത് നോക്കി. പിന്നെ പേപ്പർ, സാധാരണ തുണിയെല്ലാം കൊണ്ടുവന്നാൽ പേപ്പർ ഉണ്ടാവില്ല, അത്. പിന്നെ ഇത് ഐസ്ക്രീമിന്റെ മൂടിയിലെ ചെറിയ അതിനെ ബോളിനെ കൊണ്ട് അങ്ങനെ കിട്ടുന്നതെല്ലാം അങ്ങനെ നോക്കി വെക്കും. ഏത് കിട്ടിയാലും ആക്കാൻ കഴിയുമെന്നില്ലേ നോക്കും. പ്രോത്സാഹനവുമായി കുടുംബാംഗങ്ങളും കൂടെയുണ്ട്. എനിക്ക് കണ്ടു തുടങ്ങിയെന്ന് വെച്ചാല് പഴമൊക്കെ ഇങ്ങനെ പഴം കൊടുത്താല് കുഞ്ഞിനെ തീറ്റിക്കാനുള്ള എളുപ്പ വഴി ഇങ്ങനെ ടയർ പോലെ മുറിക്കും. ടയർ പോലെ മുറിച്ചിട്ട് കുഞ്ഞിന് മുമ്പിൽ വെച്ചു കൊടുക്കുമ്പോ അങ്ങനെ ഇഷ്ടത്തോടെ ഇങ്ങനെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് അങ്ങനെ തിന്ന് അങ്ങനെയാണ് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് കഷ്ണം കടലൊക്കെ പേപ്പറുകളൊക്കെ ഇങ്ങനെ നല്ല ആകൃതിയിൽ, പൂവിന്റെ ആകൃതിയിലും ഇലേന്റെ ആകൃതിയിലൊക്കെ മുറിച്ച് വെറുതെ മുമ്പിൽ വെക്കും. പിന്നെ അതൊക്കെ ഒട്ടിച്ച് ചേർത്ത് പൂക്കളാക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് തുടങ്ങി. അടുത്തുലയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലും മാധവി അമ്മ പങ്കാളിയായി. ഏറെ മനോഹരം തന്നെയാണ് മാധവി അമ്മ ഉണ്ടാക്കിയ ഓരോ കരകൗശല വസ്തുക്കളും. തന്റെ ഒഴിവ് സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവയെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിന് വലിയൊരു പ്രോത്സാഹനം തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.